എക്സാലോജിക് കമ്പനിയും CMRL ശശിധരൻ കർത്ത കരിമണൽ കർത്തയുമായിട്ടുള്ള വിഷയം സങ്കീർണതയിൽ നിന്ന് സങ്കീർണതയിലേക്ക് തന്നെ പോവുകയാണ്. സാധാരണ ഒരു വിഷയം കേസ് അന്വേഷിച്ച് പോകുമ്പോൾ സങ്കീർണത കുറഞ്ഞു വരും, കുരുക്ക് കുറഞ്ഞു വരും. ഇത് കുരുക്കിൽ നിന്ന് വീണ്ടും കുരുക്കിലേക്ക് തന്നെ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ശശിധരൻ കർത്ത കോടതിയിൽ കൊടുത്ത മൊഴിയിൽ പറയുന്നു എന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത, എക്സാലോജിക് കമ്പനിക്ക് പ്രതിമാസം 8, 5, 13 ലക്ഷം രൂപ വെച്ച് കുറേ കാലം കൊടുത്തത്, അത് 1.5 വർഷത്തോളം കൊടുത്ത് 2 കോടി രൂപ വരെ എക്സാലോജിക് കമ്പനിയുടെ വീണ തൈക്കണ്ടിയിൽ വിജയന് കൊടുത്തത് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം ഉള്ളത് കൊണ്ട് മാത്രമാണ്, പിണറായി വിജയന്റെ മകൾ ആയതുകൊണ്ട് മാത്രമാണ്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടും മാത്രമാണ്. പ്രതിപക്ഷ നേതാവായിരുന്നേ കൊടുക്കത്തില്ലായിരുന്നു. കാരണം മുഖ്യമന്ത്രി ആയതുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുഖ്യമന്ത്രിയാണ് നോക്കുന്നത്. പൊല്യൂഷൻ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും മറ്റ് ഇളവുകളുമെല്ലാം നേടുന്നതിന് വേണ്ടി ഞങ്ങളുടെ കമ്പനി കൊടുത്ത ഒരു ഗിഫ്റ്റ് മണിയാണ് ഈ തുക എന്നാണ് ശശിധരൻ കർത്ത എന്ന് പറയുന്ന CMRL കമ്പനിയുടെ യഥാർത്ഥ MD, പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ വാർത്ത പിണറായി നിഷേധിച്ചു. പിണറായി വിജയൻ പറഞ്ഞത് അത് അങ്ങനെ ഒരു വാർത്തയൊന്നുമില്ല, അത് മാധ്യമ സൃഷ്ടിയാണ്. എന്നാൽ അതിനുശേഷവും മാധ്യമങ്ങൾ ഈ വാർത്ത അന്വേഷിക്കുകയും കൃത്യമാണ് മൊഴി എന്ന് വരികയും ചെയ്തു എന്ന് മാത്രമല്ല, ED ഒന്നുകൂടി കടുപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ, മിക്കവാറും നാളത്തെ ആഴ്ചയിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുത്ത് വിളിക്കാനോ ഉള്ള എല്ലാ സാധ്യതകളുമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നുകിൽ പിണറായി വിജയനെ നോട്ടീസ് കൊടുത്ത് വിളിക്കും, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി ചോദ്യം ചെയ്യും. ഇതേതെങ്കിലും ഒന്ന് നടക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. പിണറായി വിജയനെ അങ്ങനെ കാണുകയോ ചോദ്യം ചെയ്യുകയോ നോട്ടീസ് കൊടുക്കുകയോ ചെയ്താൽ CPM ഇതെങ്ങനെ എടുക്കും എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഇപ്പോൾ CJPയുടെ സമരവുമായി ബന്ധപ്പെടുത്തി, ഡൽഹി സമരവുമായി ബന്ധപ്പെടുത്തിയും കേരളത്തിലെ UDF ഗവൺമെൻറ്റിനുള്ള സമരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി CPMനും SFIക്കും DYFIക്കും ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട്, ഒരു ഇമേജ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഇമേജ് പിണറായി വിജയനെ ED കൈകാര്യം ചെയ്യുന്നതോടുകൂടി, അല്ലെങ്കിൽ ED അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ ആ ഇമേജ് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. പ്രശ്നങ്ങൾ ആകാനുള്ള എല്ലാ സാധ്യതയും വളരെ വലുതാണ്. അത് നമുക്ക് കാണാതിരിക്കാനാവില്ല. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ED പിണറായി വിജയനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മൊഴിയെടുക്കാനോ ഉള്ള വളരെ വലിയ സാധ്യതയാണ് ഇന്നത്തെ റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് എന്ന് നമുക്കറിയില്ല. വളരെ കൃത്യമായിട്ടുള്ള ഒരു സംഭവം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടന്നാൽ അത്ഭുതമില്ല. 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്നു, 17 വർഷക്കാലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഇന്ന് CPMൽ ജീവിച്ചിരിക്കുന്ന കാരണഭൂതനും മുടിചൂടാമന്നനും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പോളിറ്റ് ബ്യൂറോയ്ക്ക് അകത്ത് തന്നെ MA ബേബിയേക്കാൾ പ്രായമുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനം. ചിലപ്പോൾ സംഘർഷവും സമരവും പ്രതിരോധവും എല്ലാം ഉണ്ടായേക്കാം. പിണറായി വിജയൻ്റെ വീട്ടിൽ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷൻ ഇപ്പോൾ ഔദ്യോഗിക വസതിയിലേക്ക് മാറിയിട്ടുണ്ട്, കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് മാറിയിട്ടുണ്ട്. VD സതീശൻ ക്ലിഫ് ഹൗസിലേക്ക് പോയതോടുകൂടി കണ്ടോൺമെൻറ്റ് ഹൗസിലേക്കാണ്. അതേസമയം ബേക്കറി ജംഗ്ഷനിലുള്ള ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ പോലും ED എത്തിയപ്പോൾ EDയുടെ വാഹനം 2 കാർ തല്ലിച്ചതച്ച് അതിൽ ഒരു 10-40ഓളം വരുന്ന CPMൻ്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ അകത്താണ്. അവർ ഇത്രയും ദിവസമായി ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ടുമില്ല, ഇറങ്ങാനൊട്ട് എളുപ്പവുമല്ല. വളരെ വലിയ കേസിലാണ് അവർ പെട്ടിരിക്കുന്നത്. ആ സമയത്ത് വലിയ കലാപം പോലെ കേരളത്തിലാകെ വലിയ സമരം അല്ലെങ്കിൽ പ്രതിരോധം തീർത്തു. പിണറായി വിജയൻ്റെ പിണറായിയിലുള്ള വീടും കോഴിക്കോട്ടെ ഗ്രേസ് എന്ന മുഹമ്മദ് റിയാസ്, അതായത് വീണ വിജയൻ്റെ ഹസ്ബൻഡായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും റെയ്ഡ് നടന്നു. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് 3ഇടത്തും ഉണ്ടായത്. 2 സ്ഥലത്ത് സമാധാന പ്രതിഷേധമായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് സംഘർഷ പ്രതിഷേധമായിരുന്നു. അതിൻ്റെ കേസും മുന്നോട്ട് പോവുകയാണ്.
അങ്ങനെ പോകുമ്പോൾ അപ്പോൾ പാർട്ടി പറഞ്ഞത് അത് ഞങ്ങൾക്ക് അന്ന് പറ്റിയ ഒരു അബദ്ധമാണ്, ഇനി ഞങ്ങൾക്ക് അബദ്ധം പറ്റില്ല, മകളെ ചോദ്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, നേതാവിനെ ചോദ്യം ചെയ്താൽ ഞങ്ങൾ വിടില്ല. പക്ഷേ ഇപ്പോൾ ഇതാ മകളെ വിട്ടിട്ട് നേതാവിലേക്ക് കാര്യം മാറുകയാണ്. അങ്ങനെ നേതാവിലേക്ക് മാറിയാൽ പിണറായി വിജയനെ ചോദ്യം ചെയ്താൽ വെറുതെ ഇരിക്കുന്ന പ്രശ്നമില്ല, പാർട്ടി വലിയ സംഘർഷത്തിലേക്ക് ഇനി പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും പിണറായി വിജയനെ ചോദ്യം ചെയ്യും ED എന്നുള്ളതാണ് എല്ലാ മാധ്യമ വാർത്തകളും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. കൃത്യമായി പിണറായി വിജയനെ ചോദ്യം ചെയ്യും ED. അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ള കാര്യം ED ആണ് തീരുമാനിക്കുക. എന്ത് തന്നെ ആയാലും വളരെ സംഘർഷാത്മകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് CPM-ഉം പിണറായി വിജയൻ്റെ കുടുംബവും പോകുന്നത്. ഇനി എന്താണ് ഫൈനൽ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.